ബി.ജെ.പി. അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും വലിയ പ്രചരണ ആയുധങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മതവുമായി കൂടിക്കലർന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഹിന്ദുത്വ എന്ന് പറയുന്ന മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മതത്തോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യമാണ് അവർ പലപ്പോഴും ഒരു വലിയ പ്രചരണ ആയുധമായി ഉപയോഗിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വയേക്കാൾ വലിയ പ്രചരണ ആയുധമായി അവർ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ഒരു ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അതിന് വളരെ വിചിത്രമായൊരു രീതിയാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം പോലും നമുക്കറിയാം കോൺഗ്രസ് ആണ്, മഹാത്മാഗാന്ധിയാണ്. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെല്ലാം പിന്തള്ളിക്കൊണ്ട് അവർക്കൊന്നും ഇന്ത്യയോട് വലിയ വികാരമില്ലെന്നും ഇന്ത്യയുടെ സ്നേഹമില്ലെന്നും പകരം ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ ഭാരതീയരായിട്ടുള്ള ഞങ്ങളോട് വലിയ സ്നേഹമുള്ളത്, ഇന്ത്യ രാജ്യത്തോട് സ്നേഹമുള്ളത് ഞങ്ങൾക്കാണ് എന്നുമൊക്കെയുള്ള പ്രചരണത്തിന് ബി.ജെ.പി. ഒരുപാട് കാലമായി തുടക്കമിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവർക്കോ കർഷക പ്രക്ഷോഭം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സൈനിക നടപടികളിൽ വീഴ്ചയുണ്ടാകുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോഴോ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ വീഴ്ചയുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോഴോ ഒക്കെ തന്നെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നവരൊക്കെ തന്നെ ദേശവിരുദ്ധരാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. അതിൽ ഏതാണ്ട് കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ.എസ്.എസിൻ്റെ ഈ കൾച്ചറൽ നാഷണലിസം, ഈ പറയുന്ന മതവും ദേശീയതയും ഹിന്ദുത്വ കൾച്ചറും എല്ലാം കൂടി അടങ്ങുന്ന ഒരു കാര്യം വളരെ കൃത്യമായി പ്രചരണായുധമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. അത് ബി.ജെ.പി. പോലും തർക്കിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ പലപ്പോഴും കോൺഗ്രസ്സിന് ഇന്ത്യ വിരുദ്ധരാണ്, അവർക്ക് അത്രത്തോളം ദേശസ്നേഹമില്ല എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ തന്നെ ചൂടുപിടിച്ച ചർച്ചയായത്. അത് യഥാർത്ഥത്തിൽ അവിടെ അനുവദിക്കാതിരുന്നതുകൊണ്ട് ഇന്ത്യ മുഴുവൻ തന്നെ ചർച്ചയായി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി.ജെ.പി. നേതാവായിട്ടുള്ള തേജസ്വി സൂര്യ കോൺഗ്രസിൻ്റെ ദേശാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹം ദ കാരവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ, അത് നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്, ആ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ ശ്രമിക്കുകയും എന്നാൽ സ്പീക്കർ അടക്കം അത് ഇവിടെ അനുവദിക്കാൻ കഴിയില്ല, റൂൾ 349 പ്രകാരം അതിവിടെ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും, അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് വലിയ സ്തോഭജനകമായിട്ടുള്ള രംഗങ്ങൾക്കാണ് പാർലമെൻറ്റിൽ സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം ഇന്ത്യ മുഴുവൻ തന്നെ എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. മിക്കവാറും ഒരുപാട് ആളുകൾ തന്നെ ആ കാരവൻ്റെ വാർത്ത എന്താണെന്ന് വായിക്കുന്ന ഒരു കാര്യം കൂടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2019 ഡിസംബർ 31 മുതൽ 2022 ഏപ്രിൽ 30 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവനെ അഥവാ MM നരവനെ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ആ ബുക്ക് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആ ബുക്കിൻ്റെ പേര് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ്. അതൊരു ഓട്ടോബയോഗ്രഫിയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ആത്മകഥ പെൻഗ്വിൻ ബുക്സാണ് പ്രസിദ്ധീകരിക്കാനിരുന്നത്. അത് 2023 എഴുതി കഴിഞ്ഞൊരു ബുക്കാണ്. പക്ഷേ ഇത്രയും കൊല്ലമായിട്ട് പ്രസിദ്ധീകരിക്കാത്തത് ഈ സൈനിക ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവരെഴുതുന്ന ബുക്കുകൾക്കെല്ലാം തന്നെ ഡിഫൻസ് മിനിസ്ട്രിയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതായത് പ്രസിദ്ധീകരിക്കാൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് അനുമതി കൂടി വേണം എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അത്തരത്തിലുള്ള ഒരു അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ കാരവൻ മാഗസിനിൽ കുറച്ച് പ്രത്യക്ഷപ്പെട്ടു. ആ കാരവൻ മാഗസിനിൽ പ്രത്യക്ഷപ്പെട്ട ഉള്ളടക്കം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ബി.ജെ.പിക്ക് രാജ്യസ്നേഹമില്ല എന്നുള്ള പ്രസ്താവന നടത്തുകയും ബി.ജെ.പി. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന നടത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പക്ഷെ അതാണ് തടയപ്പെട്ടത്. പക്ഷെ തടയപ്പെട്ടെങ്കിലും ഇന്ത്യ മുഴുവൻ അത് യഥാർത്ഥത്തിൽ വലിയ വൈറലായിട്ടുള്ള വാർത്തയായി മാറി. അദ്ദേഹം ഈ ജനറൽ MM നരവണ എന്ന് പറയുന്ന മനോജ് മുകുന്ദ് നരവനെ യഥാർത്ഥത്തിൽ അദ്ദേഹം വിശിഷ്ട സേവാ മെഡൽ നേടിയിട്ടുള്ള, അതിവിശിഷ്ട സേവാ മെഡലൊക്കെ നേടിയിട്ടുള്ള വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരു സോൾജിയറാണ്. അദ്ദേഹം ജമ്മു കാശ്മീരിൽ, ലഡാക്കിൽ, അതുപോലെ ഗാൽവാൻ അത്തരത്തിലുള്ള എല്ലാ അതിർത്തികളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിലും അതൊക്കെ നേരിടുന്നതിലും വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ പോർഷനാണ് കാരവൻ പുറത്തേക്ക് വിട്ടത്. ആ കാരവൻ പുറത്തേക്ക് വിട്ടപ്പോൾ അത് ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് 2020 ഓഗസ്റ്റ് 30 രാത്രി 8:15 ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ലഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള യോഗേഷ് ജോഷി, അതായത് യോഗേഷ് കുമാർ ജോഷി എന്ന് പറയുന്ന
യഥാർത്ഥത്തിൽ YK ജോഷി അദ്ദേഹത്തെ വിളിക്കുന്നു. ഈ YK ജോഷി നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ്, ഞാൻ ഇനിയും അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹം നോർത്തേൺ കമാൻഡ് ചീഫ് ഓഫ് ആർമിയാണ്, അതായത് ആർമിയുടെ നോർത്തേൺ കമാൻഡിൻ്റെ ചീഫാണ് ഇദ്ദേഹം. അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ഫോൺ കോളാണ് ഗാൽവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഗാൽവൻ്റെ റെജിലായിക്കടുത്ത് അവിടെ ചൈനയുടെ 4 ടാങ്കുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്നു എന്ന ഞെട്ടിക്കുന്ന നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നവും അതിനു മുമ്പുണ്ടായിട്ടുള്ള റിഫ്റ്റ് ഫൈറ്റുകളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ റിഫ്റ്റ് ഫൈറ്റിൽ തന്നെ 20 പേർ ഇന്ത്യയുടെ കൊല്ലപ്പെടുകയും 40ഓളം പേർ ചൈനയുടെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ചില റഷ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവരുടെ എത്രയെങ്കിലും പേര് കൊല്ലപ്പെട്ടോ എന്നുള്ളതൊന്നും ചൈന ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞ യോഗേഷ് കുമാർ ജോഷി എന്ന് പറയുന്ന ലഫ്റ്റനന്റ് ജനറൽ ഈ പറയുന്ന കരസേനാ മേധാവിയെ വിളിച്ചറിയിക്കുന്നു 8:15. ഈ 8:15 വിളിച്ചറിയിക്കുമ്പോൾ MM നരവണെ ഇത് ഉടനെ തന്നെ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയെ അറിയിക്കുന്നു. അതായത് BJP ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിനെ അറിയിക്കുന്നു. അതുപോലെ ബിപിൻ റാവത്ത് എന്ന് പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ്, അതായത് എല്ലാ ആർമികളുടെയും ചീഫായിട്ടുള്ള അദ്ദേഹത്തെ അറിയിക്കുന്നു. കൂടാതെ അജിത് ഡോവൽ എന്ന് പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവിനെ അറിയിക്കുന്നു. കൂടാതെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറെയും അറിയിക്കുന്നു. ഇതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുമ്പോൾ കാരവൻ മാഗസിനിൽ പറയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ റിപ്ലൈയും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് കുമാർ ജോഷി അദ്ദേഹത്തെ 9:10 വീണ്ടും വിളിക്കുന്നു. കാരണം 9:10 വിളിക്കുമ്പോഴേക്കും ഈ പാറ്റേൺ ടാങ്കുകൾ, അതായത് ചൈനീസ് ടാങ്കുകൾ 4 എണ്ണം ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ മാത്രം 2 കിലോമീറ്റർ അകലെ മാത്രം എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്, ഏതാണ്ട് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് അദ്ദേഹം കൊടുക്കുന്നത്. 9:25 വീണ്ടും രാജ്നാഥ് സിംഗിനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വിളിക്കുന്നു. അതായത് നമ്മുടെ MM നരവണെ, ഈ പറയുന്ന മനോജ് മുകുന്ദ് നരവണെ വീണ്ടും വിളിക്കുന്നു. പക്ഷെ അപ്പോഴും റെസ്പോൺസ് ഒന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള നിരവധി കോളുകൾക്കെല്ലാം ശേഷം 2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ നിർണായകമായിട്ടുള്ള ഒരു കാര്യത്തിന് 2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു റെസ്പോൺസും ഇല്ലാതെ 10:30 ആയപ്പോൾ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഉചിതമായത് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു തീരുമാനവുമില്ല, ഒന്നുമില്ല. ഞാൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചു, അപ്പം നിങ്ങളോട് ഉചിതമായത് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. കൂടാതെ ഒരു വാക്കുകൂടി പറഞ്ഞു, ഇത് മിലിറ്ററി ഓപ്പറേഷൻ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ ഉചിതമായത് ചെയ്തോളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട അതിനിർണായക ഘട്ടത്തിൽ ആ രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, ഈ രാഷ്ട്രീയക്കാരെല്ലാം ഒഴിഞ്ഞു മാറുകയും വലിയ പ്രതിസന്ധിയിലും വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലുമായി പോയി ജനറൽ മനോജ് മുകുന്ദ് നരവണെ. കാരണം എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ, കാരണം അത് കോവിഡിൻ്റെയൊക്കെ സമയമാണ്, വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് ഏതാണ്ട് ചൂടുള്ള ഉരുളക്കിഴങ്ങ് വിഴുങ്ങുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തിപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇവരെല്ലാവരും രാഷ്ട്രീയ നേതൃത്വം വളരെ അലസമായി ഈ പ്രശ്നത്തെ കാണുകയും അതിൽ നിന്ന് കൈ കഴുകുകയും ചെയ്തു. കാരണം ഇദ്ദേഹം ഇതിനിടക്ക് തന്നെ 2 or 3 തവണ വിളിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നൊരു കാര്യം. ഇത് 2024 യഥാർത്ഥത്തിൽ PTI എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ 2026 ഈ പറയുന്ന പോലെ February 1 പൊളിറ്റിക്കൽ എഡിറ്റർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ദ കാരവനിൽ ഒരു ലേഖനം കൂടി എഴുതിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു രാജ്യസ്നേഹവും ഇല്ലെന്നും ഇത് കപടതയാണ് കാണിക്കുന്നതെന്നുമാണ് ഈ രാഹുൽ ഗാന്ധി ഇതിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള യോഗേഷ് കുമാർ ജോഷി, അദ്ദേഹമാണിത് വിളിച്ചത് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഹൂ ഡയേഴ്സ് വിൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന സോൾജിയേഴ്സ് മെമ്മറി എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം നേരത്തെ തന്നെ എഴുതുകയും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മറ്റ് ചില കാര്യങ്ങൾ കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം ഈ പറഞ്ഞതെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇതേ അലംഭാവം തന്നെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഗവർണറായിരുന്ന ഈ പറയുന്ന ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന, അതായത് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സത്യപാൽ മാലിക്, അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അദ്ദേഹം അഖിലേന്ത്യാ BJP വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കൂടാതെ കാശ്മീരിലെ ഗവർണറായിരുന്നു.
അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പോലും വളരെ ഒരു കോൺവോയ് അടിസ്ഥാനത്തിൽ ഒരു ഈ പറയുന്ന സൈന്യത്തിൻ്റെ നീക്കത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ പലതവണ വിളിച്ചുവെന്നും അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർക്ക് വിമാനം കിട്ടാത്തതുകൊണ്ട് അവർ റോഡിലൂടെ പോകേണ്ടി വന്നെന്നും ആ റോഡിലൂടെ പോകേണ്ടി വന്നപ്പോൾ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചൊരു വലിയ ദുരന്തമുണ്ടായെന്നും ആ ദുരന്തമുണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അന്ന് നിരവധി തവണ ഈ പറയുന്ന സത്യപാൽ മാലിക് വിളിച്ചിട്ടും വളരെ അലസമായതിനോട് റെസ്പോണ്ട് ചെയ്യുകയും മോദി ആയിരുന്നു എന്ന് പറയുന്ന കമൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മോദി ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിൽ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് ഇന്നലെ പാർലമെന്റിലേക്ക് ചർച്ചയ്ക്ക് വന്നത്. കാരണം ഞങ്ങൾ രാജ്യസ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു രാജ്യസ്നേഹവുമില്ല എന്ന് പറയുന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റിച്ചാർഡ് നിക്സന്റെ സമയത്ത് 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ദിരാഗാന്ധിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി റിച്ചാർഡ് നിക്സൺ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു 7ാം കപ്പൽപ്പടയെ നിങ്ങൾ അയച്ചാൽ അവരൊരിക്കലും വെറും കൈയോടെ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുകളാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം. 1971 ഇതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധമുണ്ടായപ്പോൾ 11 ദിവസം കൊണ്ട് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഈ പറഞ്ഞ മുറിച്ചു കൊടുത്തവരാണ് നമ്മൾ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി നേട്ടങ്ങൾ കോൺഗ്രസ്സിന് പറയാനുണ്ടാവുകയും അതേസമയം പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അല്ലാതെ നരേന്ദ്രമോദി ഗവൺമെൻറ് അവർ ഈ പറയുന്ന പോലെ പുറമേ കാണിക്കുന്നതൊക്കെ കപട രാജ്യസ്നേഹമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇതിനോട് നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. അത് എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ചില ചർച്ചകൾ നടത്തിയെന്നും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, യുദ്ധം വെടിനിർത്തലുണ്ടായി എന്നുള്ളതും നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതും ഒക്കെ നമ്മളെ ലോകത്തെയും ആദ്യം അറിയിച്ചത് ഡൊണാൾഡ് ട്രംപാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പലതവണ മോദിയും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ അത് നിഷേധിച്ചിട്ട് പോലും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പങ്കുവെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ട്രംപ് പല ഇടപെടലുകളും നടത്തുന്നു എന്ന് പറയുന്ന വിമർശനം നേരത്തെ മുതലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അമേരിക്കക്ക് സറണ്ടറായി കൊടുക്കുന്നു എന്ന് പറയുന്ന വിമർശനമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് പോലും പാർലമെന്റിലെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നമ്മളെ അറിയിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂത്ത് സോഷ്യലിലൂടെ വീണ്ടും ഇതാ ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ട്രംപ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യസ്നേഹവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന പോലെ ആത്മാഭിമാനവും എല്ലാം ഇവർ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് കളവാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ആരോപണം. ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി പദം പോലും എന്താണ് ട്രംപിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പ്രധാന സംഭവമായി ഈ സംഭവം കൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് ഈ പറയുന്ന പോലെ നരവണയുടെ MM നരവണയുടെ ബുക്ക് കൂടി പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ ബുക്ക് പുറത്തേക്ക് വരുന്നതിന് ഡിഫൻസ് മന്ത്രാലയം തടഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതേവരെ കൊടുത്തിട്ടില്ല. ഇനി ബാക്കിയും ബുക്കിൽ നിരവധി കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അത് ഗവൺമെൻറ്റിനെയോ മോദിയോ ഒന്നും കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു ബുക്കല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിരവധി പരാമർശങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് യോഗേഷ് കുമാർ ഈ പറയുന്ന പോലെ യോഗേഷ് കുമാറിൻ്റെ ബുക്കിലും യോഗേഷ് കുമാർ ജോഷിയുടെ ബുക്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തെളിവായി കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.